കർക്കിടക ചികിത്സ എങ്ങനെ വീട്ടിൽ ചെയ്യാൻ നോക്കും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സാധ്യമാവുന്നത്. അപ്പൊ എനിക്ക് തോന്നി കുറച്ചൊരു എന്താണ് ഏതൊക്കെ എണ്ണകൾ ഉപയോഗിക്കാം, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ തരാം. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളത് ധാന്വന്തരാണ്. ധാന്വന്തരം തൈലമോ ധാന്വന്തരം കുഴമ്പോ. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് കാര്യമായിട്ട്? സൂതിക ബാലവർമാസ്തി സ്ഥവിരാണ ബലപ്രദം എന്നാണ് ഇതിന്റെ ഒരു ഫലശ്രുതിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അതായത് സൂതിക പ്രസവിച്ചിട്ടുള്ള സ്ത്രീകള്, ബാലന്മാര്, പിന്നെ മർമാസ്തി അഭിഘാതങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്ന ആൾക്കാര്, അതേപോലെ തന്നെ വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിലും വരുന്ന ആൾക്കാർക്കും ഒരേപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ധാന്വന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ധാന്വന്തരത്തിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ചും വാതവികാരങ്ങളിലൊക്കെ ധാന്വന്തരത്തിന് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൊട്ടൻ ചുക്കാതെയാണ്. ഈ പറഞ്ഞ പോലെ മേലുവേദനയോട് കൂടുതൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ തൈലമുണ്ട്, മഹാമാഷ തൈലം, മഹാനാരായണ തൈലം, പ്രപഞ്ചന വിവർത്തന തൈലം പോലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഡിസീസ്ഡ് ആയിട്ട് കണ്ടീഷൻസിലാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പ്രത്യേകിച്ചും വാതവികാരങ്ങൾ, ഇപ്പൊ ആർത്രൈറ്റിസ് ആവട്ടെ, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ ബലാഗുളിജയിൽ നല്ലതാണ്. ഇത്തരത്തില് പിന്നെയുള്ളത് സ്ട്രോക്ക് ഒക്കെ വന്നതിന് ശേഷം റിക്കവറി സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ പ്രപഞ്ചന വിമർദ്ദന തൈലം പോലുള്ള കാര്യങ്ങളൊക്കെ. സഹജരാജ് നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ചും നമുക്ക് നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, വേദന കാരണം നടക്കാൻ വേണ്ടി പറ്റില്ല, അതിന്റെ ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ സഹജരാജ് പോലുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും. അപ്പൊ ഏതൊരു എണ്ണ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തർ കണ്ടീഷൻസ് വെച്ചിട്ടാണ്. പക്ഷെ അതിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ധാന്വന്തരം തൈലമാണ്. അത് തന്നെ കുറച്ചുകൂടെ ഒന്ന് മേലൊന്ന് ചൂടാക്കിയതിന് ശേഷം, ഡബിൾ ബോയിൽ മെത്തേഡ് അപ്പോഴേ ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം അതിന് വേണ്ടി ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, അതായത് കർക്കിടക ചികിത്സ വീട്ടിൽ നിന്ന് എങ്ങനെ സാധ്യമാക്കാമെന്നതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ എന്താണ് ഡയറക്ഷൻ താഴെ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഐ ഹോപ്പ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.